വളരെ സിമ്പിളാണ്. അത് റെഡിയാവണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പ്രോപ്പറായ ഒരു സിസ്റ്റം നിർബന്ധമാണ്. ബീന മാം ഓഡിബിൾ ആകാൻ പറ്റുമോ? ഓക്കെ സാർ, പറയൂ. സെൽഫ് അനാലിസിസ് കയറാറുണ്ടോ? യെസ് സാർ. എങ്ങനെയുണ്ട് ഫീലിങ്സ് വന്നു കൊടുക്കണ്ടോ? അല്ലെങ്കിൽ പിന്നെ നല്ല സെഷൻസ് ഒക്കെ? നല്ല ക്ലാസ് ആണ്. സെക്ഷൻ നല്ല ക്ലാസ് ആണ്. ഓക്കെ. കാരണം പലരും അത് മിസ് ചെയ്യാനുണ്ട്, കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തോണ്ടായിരിക്കും. ഇന്നലെ 9 പേര് 7 പേര് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ സെക്ഷനിൽ. മിനിഞ്ഞാന്ന് 22 പേരും കൊണ്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിന്. അതെ. പക്ഷെ നല്ല ക്ലാസ് ആയിരുന്നു ഇന്നലെ. എനിക്ക് ഏറ്റവും കൂടി ബെറ്റർ ആയിരുന്നു. പിന്നെ ബെറ്റർ ആയിക്കൊണ്ട് പോകുന്നുണ്ട്. അതെ. യെസ്. സന്ദീപ് ബ്രോ ഓഡിബിൾ ആകാൻ പറ്റുമോ? സന്ദീപ് ബ്രോയും സെഷനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ ഇന്നലെ? ഓക്കെ. നമ്മളിപ്പം ലൈവിലുള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ? പിന്നെ ലൈവില് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ. ലൈവിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ മതി. ലൈവില് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കൊരു പുതിയൊരു സ്ട്രാറ്റജിയും, കാരണം ഇന്ന് നമുക്ക് സെഷൻസ് സിയാദ് വേണ്ടില്ല. സിയാദ് ഭായി ഓഡിബിൾ ആകാൻ പറ്റുമോ? ഓഡിബിൾ ആകാൻ പറ്റുന്ന അവസ്ഥയാണോ? കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ. എത്ര ക്യാപിറ്റൽ ഒക്കെ എത്രയാണ്? എങ്ങനെ പോകുന്നു? ഇല്ല, ജസ്റ്റ് ലേണിംഗ് പർപ്പസിന് വേണ്ടി മാത്രം ചെറിയ ക്യാപിറ്റല് 0.01 ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആ ഒരു ബിലോ 1000 ആണോ അല്ലെങ്കിൽ 1000 എബവ് ഉണ്ടോ? ഇല്ല, ബിലോ 1000. ഓക്കെ. ഗുഡ്. അതായത് ബിലോ $1000, $100, $200 ഒക്കെ അങ്ങനെ. ഓക്കെ. ഗുഡ്. അതായത് നമുക്ക് ഡെമോയിലുള്ള ഫീലിംഗ് മാറി നമുക്ക് ലൈവിന്റെ ഒരു പിന്നെ ഇത് കിട്ടാനാണ്, എക്സ്പോഷർ കിട്ടാനാണല്ലോ അല്ലെ? അതെ. അതായത് ഡെമോയിൽ നമ്മൾ എത്ര കോൺഫിഡന്റ് ആയിട്ട് ചെയ്താലും സെയിം സംഭവം തന്നെ ലൈവിലേക്ക് വരുമ്പം അത് വർക്കാവാൻ കുറച്ച് പാടാ. ഉറപ്പായിട്ടും. സെയിം സംഭവം തന്നെ. നമ്മൾ അത് സത്യത്തിൽ സെയിം സംഭവം അല്ല. ഡെമോയിലാകുമ്പോൾ നമ്മൾ തീരെ ഡിസിപ്ലിൻ ഒന്നും പാലിക്കാതെയാണല്ലോ പാലിക്കാൻ പറ്റണില്ല. പക്ഷെ ഒരു എന്താ പറയാ, ഈവൻ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടാതെ ചെയ്താൽ പോലും അത് എപ്പോഴെങ്കിലും ഒക്കെ മാർക്കറ്റ് കയറി വന്ന് നമ്മുടെ TP അടിക്കുമ്പോൾ നമുക്കതൊരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. പക്ഷെ അത്രയും ഒന്നും നമുക്ക് ലൈവില് സ്റ്റോപ്പ് ലോസ് ഒന്നും നമുക്ക് അത്രയൊന്നും വെക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ ഇട്ടാലും അത് അടിച്ചു പോകും. ഉറപ്പായിട്ടും. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മള് ഗോൾഡിൽ തന്നെ അല്ലേ മോസ്റ്റ്ലി ചെയ്തോണ്ടിരിക്കണത്? ഗോൾഡിൽ തന്നെയാണ്. ഗോൾഡ് മാത്രമാണ് ചെയ്യുന്നത്, വേറെ ഒന്നും. അതെ. നമ്മള് തുടക്കത്തിലൊക്കെ പറയാറുണ്ടായത്, നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ നർമ്മത്തി പറഞ്ഞത് ഫോറക്സ് എന്ന് പറയുന്നത് ചുരുളിയാണ്. നമ്മൾ ഒരിക്കൽ എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ ഭയങ്കര പാടാണ് അല്ലെ? അതെ. അത് നമുക്കൊരു ലഹരി പോലെയാണ് സത്യത്തിൽ. അത് പൈസ പോയാലും പ്രശ്നമല്ല. അത് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു $10-15 നഷ്ടപ്പെടുത്തിയാലും ഒരു സമാധാനമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും കുറച്ച് കഴിയുമ്പോൾ. അതെ. നമ്മളിപ്പം നമ്മള് റിസർച്ച് ചെയ്ത് ഇപ്പം ഞാൻ കോമൺ ആയിട്ട് എല്ലാവരോടും കൂടി പറയാം. ഇപ്പൊ നമ്മള് വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ നിന്നിട്ട് നമ്മൾ പഠിച്ചൊരു ഫീലിംഗ്, മലയാളികളുടെ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ ഭയങ്കര, കാരണം നമ്മൾ അത് തിരുത്താനാണ് ഇപ്പൊ മൈൻഡ്ഫുൾ ട്രേഡ് എന്നുള്ള കോൺസെപ്റ്റ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ കൊണ്ടുവന്നതും. പിന്നെ അതായത് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മൾ ക്യാപിറ്റൽ ഇപ്പൊ നമ്മള് ഇവിടെ ഫോറിനേഴ്സിനെ കാണാറുണ്ട്, UK കാരെ കാണാറുണ്ട്, അതുപോലെ തന്നെ ഈവൻ പാകിസ്ഥാനികള്, റഷ്യൻസ്, അവരൊക്കെ എപ്പോഴും പ്രോഫിറ്റബിൾ ആണ്. അവർക്ക് ഇതിനോട് സമീപിക്കേണ്ട രീതി നമുക്കും അതറിയാം, പക്ഷെ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അതായത് ഇവിടെ ടെക്നിക്കൽ അറിയാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരാളും എന്താവില്ല, പിന്നെ ടെക്നിക്കൽ അറിയാത്തതുകൊണ്ട് നമ്മൾ ആരും ഇവിടെ ഫെയിൽ ആയി പോയില്ല. പക്ഷെ നമുക്ക് മാർക്കറ്റ് ട്രെൻഡ് എങ്ങോട്ടാന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കും വേണം. സോ നമ്മൾ അനാലിസിസ് പർപ്പസിന് വേണ്ടി നമ്മൾ പിന്നെ നമ്മുടെ മാർക്കറ്റ് അനലൈസിസ് ചെയ്യൊക്കെ നിർബന്ധമൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് 2 ആൾക്കാർ, അതായത് ഒന്ന് നമുക്ക് അനസാറാണ്. അനസാറ് പിന്നെ മാർക്കറ്റിലെ ഗോൾഡിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് വെൽ നോൺ അനലിസ്റ്റ് ആണ്, അതുപോലെ ഫോറക്സിന്റെ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ് സാറ്. നമുക്ക് ഇനി നെക്സ്റ്റ് വീക്ക് എവിടത്തേക്കാണ് മാർക്കറ്റ് പോകാൻ സാധ്യതകൾ ഉള്ളത്, ലാസ്റ്റ് വീക്ക് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചെന്നുള്ളത് സാറിന്റെ ഒരു പെർസ്പെക്റ്റീവില്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആര് പറഞ്ഞാലും നമ്മള്
എഫക്സിൽ നമ്മുടേതായ ഒരു സിസ്റ്റം കൂടി കണ്ടെത്തണം. പ്രോബബിലിറ്റി ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുകൊണ്ട് അത് ആക്യുറേറ്റ് ആവണം. പക്ഷേ സാറിന്റെ ഒക്കെ എക്സ്പീരിയൻസിൽ നിന്ന് സാറ് നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് നമ്മൾ ഫ്യൂ ടൈംസേ നമ്മൾ ഇവിടെ ഇരിക്കുള്ളൂ. കാരണം വീക്കെൻഡിൽ നമ്മൾ ഫ്രഷ് അപ്പ് ചെയ്യണമെന്ന് പറയാം. കാരണം മാർക്കറ്റ് നമ്മൾ ഇവിടെ സർട്ടിഫിക്കറ്റ് തന്നു പോകുന്ന ഒരു സിസ്റ്റം അല്ല കോഴ്സ് നമ്മൾ എഫക്സിൽ എന്നുള്ളത്. നമ്മൾ എല്ലാ കാലത്തും നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. നമ്മളൊരു ഫാമിലി പോലെ പല അക്കാദമീസ് ആണെങ്കിലും പല സിസ്റ്റംസ് ആണെങ്കിലും പഠിപ്പിച്ചു വിടുന്നു. പിന്നെ അവരെ നോക്കാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടുന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എല്ലാ കാലത്തും, കാരണം നമ്മൾ ലൈഫ് ലോങ് സ്കില്ലാണ്, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ നമുക്ക് ഈ സ്കിൽ ഉപയോഗിക്കാന്ന് പറയുന്ന രീതിയിലാണ് നമ്മളും പ്രസന്റ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങളും നമുക്ക് വേണമെങ്കിൽ ഫോറക്സ് ആവശ്യമില്ല എന്ന് വെച്ചിട്ട് നമുക്ക് മാറി നിൽക്കാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ ടൈം എടുത്തേക്കാം. ഒരു ട്രേഡർ ബിൽഡ് ചെയ്തെടുക്കാനൊക്കെ കോമൺലി പറയാറുള്ളത് 1.5-2 വർഷമൊക്കെ നമുക്ക് എടുക്കും. ആ ടൈം നമ്മൾ പ്രോപ്പറായി നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്കില്ലിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ നമുക്ക് സെക്കൻഡ് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഷഹബാസ് സാറാണ്. സാറും വെൽ നോൺ സ്ട്രാറ്റജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഗ്ലോബൽ സ്റ്റോക്ക് അനലിസ്റ്റ് ആണ്. സാറിന്റെ പ്രത്യേക രീതിയിലുള്ള ഇപ്പൊ ക്യാപിറ്റലിന്റെ ഫൗണ്ടർ കൂടിയാണ്. സാറ് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, കാരണം മാർക്കറ്റില് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയ ഒരാൾ കൂടിയാണ്. സാറിന്റെ സെഷനും അനസ് സാറിന്റെ അനാലിസിസിന് ശേഷം ഉണ്ടാവും. സോ ഹാപ്പി വെൽക്കം അനസ് സാർ. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് യുവർ അനാലിസിസ്. Hello. യെസ്, ഓഡിബിൾ ആണ്. Okay. Good evening, everyone. യെസ്, ഗുഡ് ഈവനിങ്. എന്ത് പറയുന്നു എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ വീക്കിലെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കിലെ മാർക്കറ്റിന്റെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ട്രേഡ് നടന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 4132, അതായത് 4132 നമുക്ക് ഏറ്റവും ഹൈ പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് അതിന്റെ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3998 നമുക്ക് ഉണ്ടായത്. ഓൾമോസ്റ്റ് ഒരു 134 ലൈക്ക് അത്രയും ഒരു മാർക്കറ്റ് മൂവ്മെന്റ് ആണ്, അത്രയും ഡോളറിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് കഴിഞ്ഞ വീക്കിൽ നടന്നത്. അത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഇത്രയും ഡോളറിന്റെ ഒരു ഡിഫറൻസ്, അതായത് ഒരു $130 അങ്ങനെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ $130 എന്ന് പറയുന്നത് കഴിഞ്ഞ വീക്കിൽ എന്നല്ല, നോർമൽ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെന്റ് മാത്രമാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് മന്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു എന്തായിരുന്നു മാർക്കറ്റിന്റെ കാര്യങ്ങളെന്ന്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാരും അറിയുന്നതാണ്, കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് പെർ ഡേ തന്നെ നമുക്കൊരു $200-300 ഡിഫറൻസ് നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ കഴിഞ്ഞ മാസത്തെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യപ്പെട്ടിട്ടുള്ള മൂവ്മെന്റ് ഒന്നുമല്ല. ഈ ഒരു $130 എന്ന് പറയുന്നത് നമ്മളെ അപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ ഗോൾഡിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ വലിയ കാര്യമില്ല. പ്രീവിയസ് മന്ത് വെച്ചിട്ട് നോക്കുമ്പോൾ കേട്ടോ, ഈ ഒരൊറ്റ വീക്കിലാണ് ഈ പറയുന്ന ഈ $130 ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളത്. സോ അത് വലിയ കാര്യമായിട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ല. സിമ്പിൾ ആയിട്ട് നോർമൽ ആയിട്ട് മാർക്കറ്റിൽ യൂഷ്വലി നടക്കുന്ന ഒരു സംഭവം മാത്രമാണ്. അപ്പൊ അതിന്റെ ഒരു ചാർട്ട് ഇട്ട് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഈ 3998 to 4132 അതാണ് നമ്മുടെ ആ ഒരു റേഞ്ച് വന്നിട്ടുള്ളത്. ആകെ കൂടിയിട്ടൊരു $130 ഇതിൽ മെയിൻ ആയിട്ട് മൂവ്മെന്റ് ഉണ്ടാക്കാനുള്ള ഫാക്ടേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഡിപ്പെൻസ് ഓൺ ന്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, USD സ്ട്രെങ്ത്, പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ്, ഈ പറയുന്ന ഫാക്ടേഴ്സ് കൊണ്ടാണ് കഴിഞ്ഞ ഈ $130 ഡിഫറൻസ് അല്ലെങ്കിൽ ഈ $130 മൂവ്മെന്റ് ഉണ്ടാവാൻ മാർക്കറ്റിൽ സാധിച്ചിട്ടുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? കേൾക്കാം, ക്ലിയർ ആണ്. ഓക്കെ. ഈ പറഞ്ഞു പോയ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു ചെറിയ അളവിലുള്ള മൂവ്മെന്റ് ഉണ്ടാവാൻ സാധിച്ചത്. അപ്പൊ ഈ ചെറിയ അളവിൽ തന്നെ നമുക്ക് ഈ ഒരു $130 ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ, അതായത് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ
ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇപ്പോൾ നല്ല രീതിയിൽ ചില ചിലവർക്ക്, അതായത് എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും, ചെറിയ തോതിൽ നഷ്ടവും ലാഭവും എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു വീക്ക് തന്നെ ആയിരുന്നു കഴിഞ്ഞ വീക്ക്. യെസ്, പിന്നെ വലിയ ഒരു ഓവർ ഫ്ലക്ച്വേഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഇല്ല, ഓവർ ഫ്ലക്ച്വേഷൻ എന്ന് പറയാൻ ഉണ്ടായിട്ടില്ല. കൺസിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ക്ലിയർ ആയിട്ട് യെസ്. പറയാനാണെങ്കിൽ. നമ്മള് ഇപ്പൊ ചില സ്റ്റുഡൻസ് ഇപ്പം നമ്മള് മേ ബി ചിലപ്പോൾ അനസാറിന് പറയാൻ പറ്റുമോ അറിയില്ല. ഇപ്പൊ ലാസ്റ്റ് വീക്ക് നമ്മള് ശ്രദ്ധിച്ചില്ലെന്ന് അറിയില്ല, നമ്മള് BTC ഇപ്പൊ എത്രയിലുള്ളതെന്നായിരിക്കും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നല്ലൊരു ഡിപ്പ് ഉണ്ടായിരുന്നു, ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണല്ലേ സാർ പോയത്? അതെ അതെ അതെ, BTC എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു അത്യാവശ്യം തിരക്കില്ലാത്തൊരു മൂവ്മെന്റ് തന്നെ ആയിരുന്നു. യെസ്, 85,000 എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ സാർ, നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഇനി മാർക്കറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ പറ്റുകയാണെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സാർ വാല്യൂസ് ഇപ്പൊ എല്ലാവർക്കും പിന്നെ ഓക്കെ ആണ്, പക്ഷെ എന്നാലും പറ്റുകയാണെങ്കിൽ വിത്തിയോ. നെക്സ്റ്റ് വീക്കിലെ പ്രഡിക്ഷൻ എന്ന് പറയാൻ നമുക്ക് ഒരു മിനിറ്റ്, ഞാനൊരു ഇത് കാണിച്ചു തരാം, അത് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ ഓക്കെ. സ്ക്രീന് കാണാം, സ്ക്രീനിൽ കാണുന്നുണ്ടല്ലേ? കാണാം ഓക്കെ. കാണാം. അപ്പൊ ഇനി വരാനുള്ള വീക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാർക്കറ്റ് ഇനിയിപ്പോ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് US ഡോളർ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പെൻഷൻ ആൻഡ് പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ആൻഡ് സേഫ് ഹെവൻ ആണ്. പിന്നെ ഈ സപ്പോർട്ട് ആൻഡ് സേഫ് ഹെവൻ എന്ന് പറയുന്നത് ഗോൾഡിന് എപ്പോഴും സേഫ് ആയിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഈ പറയുന്നത്. ദാറ്റ് മീൻസ് പിന്നെ അപ്പാണോ? അതെ, പറയുന്നത് ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് നമുക്ക് ഈ വീക്കിൽ പറയുന്നത്. അതിന്റെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഞാനിപ്പോ പറയാം. പിന്നെ ഗോൾഡ് സേഫ് ആണ് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇതിൽ പറയുന്നത്, അതായത് സേഫ് ഹെവൻ ഡിമാൻഡ് ഇത് ഗോൾഡിന് സേഫ് ആണ് എന്നാണ് നമുക്ക് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ടെക്നിക്കൽ പൊസിഷനിങ് ആൻഡ് വോളിയാണ്. ഇപ്പോൾ മാർക്കറ്റ് മൂവ്മെന്റും ഗോൾഡിനെ എന്താ പറയാ, ഇപ്പോൾ നടക്കുന്ന മാർക്കറ്റ് മൂവ്മെന്റ് ഗോൾഡിന്റെ വോളിയം അതാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അതിന്റെ സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നതല്ല, ഇനി വരാനുള്ള സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു 4020 to 4025 ആണ് നോർമലായിട്ട് നമുക്കൊരു സപ്പോർട്ട് ലെവല് കാണിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെയാണ് അതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് കാണിക്കുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4100 ആണ്. ഓക്കെ. ഓക്കെ, ഈ 4100 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് നമുക്ക്, അഥവാ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുകയാണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ, അതായത് നെക്സ്റ്റ് കീ ലെവൽ കിടക്കുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4150 ആൻഡ് 4155 റേഞ്ചിലാണ് അത് വരുന്നത്. അതിന്റെ ഒരു പോർഷനാണ് ഞാനിപ്പോൾ അവിടെ സ്ക്രീനിൽ ഇട്ടിട്ടുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു 4065 ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒന്നെങ്കിൽ പെട്ടെന്നൊരു മൂവ്മെന്റ്, അതായത് നെക്സ്റ്റ് വീക്കിൽ, അതായത് നാളെ എന്ന് തന്നെ പറയാം, നാളെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് ചിലപ്പോ ഒന്നെങ്കിൽ ഒന്ന് ബുൾ ചെയ്തിട്ടൊന്ന് പോയിട്ട് തന്നെ നമുക്ക് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാം. പിന്നെ അവിടുന്ന് വീണ്ടും എടുത്ത് പോവാണെന്നുണ്ടെങ്കിലാണ് ഈ പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അത് പിന്നെ ഒരു 3955 വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ വീക്കിൽ, ഈ വരാൻ പോകുന്ന വീക്കിൽ നമുക്ക് ഒരു $100-150 ഒരു മാറ്റം തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു സംഭവം, ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും അതിന്റെ ലെവൽ എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ജസ്റ്റ് ഒരു ആവറേജ് കണക്ക് കൂട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ ഉപകരിച്ചൊന്നും വരില്ല, കാരണം എല്ലാവർക്കും മാർക്കറ്റിൽ ഓരോരുത്തരുടെ ഓരോ തരത്തിലുള്ള സ്ട്രാറ്റജീസും വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവലോകനം വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. നമ്മളെപ്പോഴും അനസാർ പറയണ്ടായത്, നമ്മൾ പറയുമ്പോഴും പറയേണ്ടത് നമ്മളെപ്പോലും വിശ്വസിക്കരുത് എന്നുള്ളതാണ്. അതെ അതെ, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിലും വലുതായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ വീക്കിലി ഇപ്പോ ഒരു $10,000 അടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്.
Yes. നമുക്ക് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവം ഒരു കാരണവശാലും വേറൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുക്കുന്നതല്ല. അതിനെ സ്ട്രാറ്റജി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി മേക്ക് ചെയ്തെടുക്കുമ്പോഴാണ് അതിപ്പോ ആർക്കായാലും, ഇപ്പൊ ചെറിയൊരു $100 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ഇന്ന ടൈമിന് ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന ക്യാൻഡിൽസ് അതെല്ലാം നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്നും അറിയുന്നുണ്ടാവില്ല, പക്ഷെ അത് അവരുടെ സ്ട്രാറ്റജിയാണ്, അത് വെച്ചിട്ട് മൂവ് ചെയ്യുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് മാർക്കറ്റ് എങ്ങോട്ടേക്കാണ് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് അനസ് സാർ. ആയിരിക്കും പിന്നെ നെക്സ്റ്റ് വീക്ക് അസദ് ഭായിക്ക് എന്തെങ്കിലും പിന്നെ പ്രഡിക്ഷനോ, അസദ് ഭായിയൊക്കെ ബുള്ളിൻസിലൊക്കെ ചെയ്യുന്നതാണ്, എന്തെങ്കിലും നമ്മുടേതായ പ്രഡിക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ചോദിക്കാനുണ്ടോ? എനിവൺ? ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് അനസ് സാർ. അപ്പോൾ നമുക്ക് നമ്മൾ പറയാറുണ്ടായത് ടെക്നിക്കൽ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ സിനാരിയോ നമ്മൾ ചിലപ്പോൾ മേ ബി ഇതിനൊക്കെ ഭേദിച്ച് ചിലപ്പോൾ ഡൗണിലോട്ടേക്ക് പോയേക്കാം. നെക്സ്റ്റ് വീക്ക് ഓൾ ടൈം അപ്പിലോട്ടൊക്കെ പിടിച്ചേക്കാം. ചിലപ്പം വാറോ ഇഷ്യൂസ് എന്തെങ്കിലും നടന്നാൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മാർക്കറ്റിൻ്റെതായ രീതിക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെയും നമ്മളെ ക്യാപിറ്റലും മാത്രമാണ്. സോ നമ്മൾ അടുത്തൊരു സെഗ്മെന്റ് നമുക്ക് ഗസ്റ്റ് ടോക്ക് വരുന്നത് ഷഹബാസ് സാറാണ്. സാറ് പിന്നെ ഫണ്ടഡ് അക്കൗണ്ടിലും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെ നമ്മളൊരു ട്രേഡർ എന്തൊക്കെ സ്ട്രാറ്റജി ആണെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് ഒരു സാധനം മിസ് ഔട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന കുറച്ച് സംഗതികളും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടുവരാറുണ്ട്. പലപ്പോഴും പലർക്കും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള മടി എന്നുള്ളത്. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയ ആള് കൂടിയാണ്. അപ്പോൾ ഷഹബാസ് സാർ, ഞാനൊരു Q&A മോഡലാണ്, അപ്പോൾ നിങ്ങൾക്കും ചോദിക്കാം സാറോട്. സാർ ഒരു ഗ്ലോബൽ സ്റ്റോക്ക് കൺസൾട്ടന്റ് കൂടിയാണ്. മാർക്കറ്റിൽ ഏകദേശം 7-8 ഇയേഴ്സോളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിയേക്കാൾ അപ്പുറത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആക്കാൻ പറ്റുന്ന വിത്ത് ആളുടെ ട്രേഡിംഗ് ഹിസ്റ്ററിയിൽ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കായിട്ട് നമ്മൾ ലാസ്റ്റ് വീക്കൊക്കെ പറയുന്ന ഒരു കോമ്പൗണ്ടിങ് സിസ്റ്റം ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഹിന്റും സാർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ഷഹബാസ് സാർ, ഓഡിബിൾ ആകാൻ പറ്റുമോ? യെസ്. നമുക്ക് പിന്നെ സാറ് പലപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്കിപ്പം മെയിൻലി നമ്മളെ സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പം മോസ്റ്റ് ഓഫ് ദ മലയാളീസും അല്ലെങ്കിൽ ട്രേഡേഴ്സും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് പിന്നെ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പച്ചക്ക് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റണില്ല. സാർ എങ്ങനെയായിരുന്നു അത് ഓവർകം ചെയ്തത്? ഞാൻ എന്നെയും കൂടി പറയാണ്, എനിക്കടക്കം പോലും നമുക്ക് കയറുമല്ലോ അല്ലെങ്കിൽ ഇറങ്ങുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ലോസിനെ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. യെസ്, നമ്മളിപ്പോ മാർക്കറ്റിൽ ഇപ്പൊ നമ്മളൊരു ക്യാപിറ്റൽ വെച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരിക്കലും നമ്മളെ രീതിയിൽ പോകണമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, Yes. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് വരുന്നുണ്ട് അതില്, ഇപ്പം കുറെ റീറ്റെയിൽ ട്രേഡേഴ്സ് വരുന്നുണ്ട്. അപ്പോ ആ ഒരു രീതിയിൽ മാർക്കറ്റ് പോകുമ്പോൾ നമ്മളിപ്പോ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് വരും, ആ ഒരു ബിഗ് നഷ്ടങ്ങൾ വരും. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനിപ്പുലേഷൻ ഉണ്ടാവും മാർക്കറ്റിൽ. അവര് ഓരോ ലെവൽസും മാനിപ്പുലേറ്റ് ചെയ്ത് SL എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. അതായത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ കൂടെ കോമ്പീറ്റ് ചെയ്തിട്ട് നമ്മളെ ക്യാപിറ്റലുമായിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾ Yes. ഏതൊരു സമയമായാലും എന്ത് ചെയ്യണോ, റിസ്ക് റിവാർഡ് കറക്റ്റ് മാനേജ് ചെയ്തിട്ട് പോകണം. ഇപ്പോ ആൾക്കാർക്ക് ഇപ്പൊ ഇമോഷണലി റിസ്ക് മാനേജ്മെന്റ്, അതായത് ഒരു $10 എന്ത് ചെയ്യാൻ പറ്റൂല, മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റൂല. പക്ഷെങ്കിൽ അവരിപ്പോ ലോസ് ആയിട്ട് $100 അവർ വേണമെങ്കിൽ മെയിൻറ്റെയിൻ ആക്കിയിട്ട് ഹോൾഡ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, ലാസ്റ്റ് എന്ത് ചെയ്യൂ, നമുക്ക് നമ്മളെ ക്യാപിറ്റൽ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. പിന്നെ നമുക്ക് എന്ത് റിവെഞ്ച് ട്രേഡ്സ് വരും, അത് മൊത്തമായിട്ട് നശിപ്പിക്കുന്നതാണ് നമ്മൾ എന്ത് കണ്ടോണ്ട് മാർക്കറ്റിൽ. സാറ് പിന്നെ സ്റ്റോപ്പ് ലോസ് അടിയുമ്പോ ഇപ്പൊ നമ്മൾക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറയാണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇന്ന് എനിക്ക് പിന്നെ ഭംഗിയായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മളോട് പറയേണ്ടത്. അത് എങ്ങനെയാണ് തുടക്കകാലത്തൊക്കെ ഫേസ് ചെയ്ത് വന്നോണ്ടിരുന്നത്? അതായത് നമ്മൾ ആദ്യം നമ്മളെ സ്ട്രാറ്റജി പ്രൂവൺ ചെയ്ത് പിന്നെ നമ്മൾ എന്താക്കി 1:2 റിസ്ക് റിവാർഡ് വെക്കാൻ തുടങ്ങി. അപ്പോ നമ്മൾ കൺസിസ്റ്റന്റ്ലി 1:2 റിസ്ക് റിവാർഡിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മന്ത് എൻഡ്ലി നമുക്കൊരു 10%, 20% പ്രോഫിറ്റിലേക്ക് എത്താൻ തുടങ്ങി. അതായത് ആ റിസ്ക് റിവാർഡ് കറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് നമ്മളൊരു ട്രേഡിംഗ് പ്ലാൻ ആക്കി ആ രീതിയിൽ നമ്മൾ എന്താക്കി കൊണ്ടുപോകാൻ തുടങ്ങിയത് നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റബിൾ ആയി
വന്ന്, അതായത് നമ്മൾ എന്ത് കണ്ട് മനസ്സിലാക്കി. അതുവരെ നമ്മളെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാല് നമ്മള് അതായത് നമ്മളെ ഈ ലോസിന് കൊടുക്കാൻ പറ്റാത്ത ആ മൈൻഡ് സെറ്റ് കേറിയിട്ട് നമ്മൾ എന്തായി പിന്നെയും ലോസ് ആക്കാൻ തുടങ്ങി. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ അതാ സ്റ്റോപ്പ് ലോസ് വെക്കാതെ പിന്നെ റണ്ണിങ് ലോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കണ്ടോണ്ടിരിക്കുക. പിന്നെ വെറുതെ ജസ്റ്റ് ഹെഡ്ജ് ചെയ്തിടുക. ഹെഡ്ജിങ് ഒന്നും ഒരു സ്ട്രാറ്റജിയും അല്ല. ജസ്റ്റ് നമ്മളെ സമാധാനത്തിന് നമ്മളെ മൈൻഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ചെയ്തിടുക. അതായത് കുറെ ആൾക്കാർ നമ്മളെ ബന്ധപ്പെടുന്നതും ഒക്കെ ഹെഡ്ജിങ് ഒന്ന് ലെവലാക്കി തരുമോ? ഹെഡ്ജിങ് ഒന്നും എന്താ പറയാ ഒരു സ്ട്രാറ്റജിയേ അല്ല. അപ്പോ യെസ്. പല രീതിയിലും ആ ഒരു സംഭവത്തിലേക്കാണ് സ്റ്റുഡൻസ് ആയാലും ഇതായാലും പോകുന്നത്. അതായത് നമ്മൾ എപ്പോ ഒരു സ്റ്റോപ്പ് ലോസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇത്ര പെർസെന്റേജ് നഷ്ടപ്പെടാന്നില്ല ഒരു സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ട്രേഡിംഗ് പ്ലാൻ ആക്കാണ്ട് ഒരാൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, മാർക്കറ്റിൽ സക്സസ് ആകാൻ പറ്റില്ല. സാറേ, നമ്മളിപ്പോ ഒരു $1000 ഇറങ്ങുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവര് ആ റിസ്ക് റിവാർഡ് എങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും ഒരു ബെറ്റർ ഉണ്ടാവുക? അത് സാറിന്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ മതി. അതായത് ഇപ്പോ നമുക്കിപ്പം 3-4 കാര്യങ്ങൾ നോക്കണം. അതായത് നമുക്ക് ഇപ്പൊ ഒരു $1000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ ഓക്കെ, നമുക്ക് 1:2 റേഷ്യോയിൽ, അതായത് നമുക്ക് 1 എന്ന് വെച്ചാൽ ഒരു 1% ലോസിൽ നമുക്ക് 2% പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ. അതായത് നമ്മളിപ്പോ ഒരു കാൽക്കുലേഷനിൽ പറയുന്നതാണെങ്കിൽ $10 നഷ്ടത്തിൽ നമുക്ക് $20 പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മളെ സ്ട്രാറ്റജി എന്ത് ചെയ്യുക, റെഡിയാക്കിയിട്ട് നമ്മൾ എന്താക്കുക, ട്രേഡിംഗ് പ്ലാൻ സെറ്റ് ആക്കിയിട്ട് ട്രേഡിങ്ങിലേക്ക് ഇരിക്കുക. അതായത് ആ 1% അടിഞ്ഞോട്ടെ, സ്റ്റോപ്പ് ലോസ് അടിഞ്ഞാൽ പോലും നമുക്ക് എന്താ പറയാ ഒരു 10 ഡേയ്സ് ഒന്നും ഒരിക്കലും അടുപ്പിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് എത്ര വോളറ്റൈൽ മാർക്കറ്റ് ആയാലും നമുക്ക് തരൂല. യെസ്, അത് തന്നെയാ സാർ എന്റെ നെക്സ്റ്റിലുള്ളത്. അതായത് നമ്മളിപ്പം പലരും ഫേസ് ചെയ്യുന്നത്, നമ്മളിപ്പോ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്തായാലും അടിയനുണ്ടല്ലോ, ഞാൻ വെച്ചാൽ അടിയെന്നുള്ള ഒരു കോൺസെപ്റ്റില് ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോബബിലിറ്റി സാറ് പ്രൂവ് ചെയ്തിട്ട് എനിക്കൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും അറ്റ് ദ എൻഡിങ്ങിൽ പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്താലും നമ്മൾ റിസ്ക് മാനേജ്മെന്റ് പക്കയാണെങ്കിൽ നമ്മൾ മന്ത് എൻഡിൽ എന്തായിട്ടും പ്രോഫിറ്റബിൾ ആയിരിക്കും. യെസ്. ഇപ്പൊ നമുക്ക് ഓക്കെ, ക്യാപിറ്റൽ വാഷ് പിന്നെ ഔട്ട് എന്നുള്ളൊരു സംഗതി മാറ്റാൻ പറ്റും. ക്യാപിറ്റൽ വാഷ് ഔട്ട് ഒന്നും ഒരു കാരണവശാലും അതിൽ, അതായത് നമ്മളെ ട്രേഡിംഗ് പ്ലാൻ പക്കയാണെങ്കിൽ ഒരിക്കലും ക്യാപിറ്റൽ വാഷ് ഔട്ട് ഉണ്ടാവില്ല. അതായത് 1:2 റേഷ്യോയില് നമ്മൾ കുറച്ച് റൂൾസ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ എന്താ പറയാ 2%ന്റെ മേലെ ആ ട്രേഡ്, അതായത് നിങ്ങളിപ്പോ $1000 അക്കൗണ്ടിൽ $20 ലോസ് ആയാൽ അവിടെ ട്രേഡ് നിർത്തിയിട്ട് എല്ലാം എന്ത് ചെയ്യുക, അടച്ചു വെക്കുക, നമ്മൾ മൂവ് ഓൺ ചെയ്യുക, നമ്മളെ വർക്കുമായിട്ട് മൂവ് ഓൺ ചെയ്യുക. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം പിന്നെ എന്താക്കാം, ട്രേഡ് ചെയ്യരുത്. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. അതായത് 2% നമ്മളെ ക്യാപിറ്റൽ ലോസ് ആയെങ്കിൽ, അതായത് എക്സാമ്പിൾ $1000 $20 ലോസ് ആയ നമ്മൾ അന്നത്തെ ദിവസം ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുക, നമ്മളെ കാര്യങ്ങളായിട്ട് മൂവ് ഓൺ ചെയ്തു പോവുക. നെക്സ്റ്റ് ഡേ അത് ആയിരിക്കും മാക്സിമം നമ്മൾ പുതിയ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, ഒരു ദിവസം 2% മാത്രമേ നമ്മൾ കളയൂ. അത് നിങ്ങൾക്ക് 2 ട്രേഡിൽ കളയാം, 3 ട്രേഡിൽ കളയാം. ഓക്കെ, അത് ഓക്കെ. നമ്മളെ ഇതല്ല, അത് നമ്മൾ മാക്സിമം ക്യാപിറ്റലിന്റെ 2% മാത്രം കളയാം. അതാണ് നമ്മളെ സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുവരുന്നത്. അതായത് 3% ഡെയിലി ലോസ് വരുന്ന ഒരാളും കൺസിസ്റ്റന്റ്ലി പ്രോഫിറ്റബിൾ ആവൂല. 100% സഫ്നാസ നമ്മള് ഒരിക്കലും 3%ന്റെ മേലെ നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ലോസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡന്റ് നമ്മൾ സർവൈവ് ചെയ്യില്ല മാർക്കറ്റിൽ. നമ്മൾ എപ്പോ എന്ത് ചെയ്യാ, ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ എന്ത് നോക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ഈസ് എ സെക്കൻഡറി പാർട്ട്. അപ്പോ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം, ട്രേഡ് ചെയ്യണം. നമുക്ക് ലോങ് ടേം സർവൈവൽ ആണ് മാർക്കറ്റിൽ ആവശ്യം. നമുക്ക് ക്ലിയർ ആയിട്ട് മൈൻഡിൽ ഇതാക്കുക, എന്താ പറയാ 6.5 ട്രില്യന്റെ മാർക്കറ്റാണ് ഡെയിലി നമ്മളെ എന്താ പറയാ വോളിയം വരുന്നത്. അതിൽ നമ്മൾ ചെറിയൊരു, അതായത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മൾ ലിക്വിഡിറ്റി ആവാതെ നിൽക്കുക. അതായത് നമ്മളെ ക്യാപിറ്റൽ അവർക്ക് കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് വാഷ് ഔട്ട് ആകുന്ന ഒരു പ്രവണത ആണ് എല്ലായിടത്തും കണ്ടുവരുന്നത്. അത് അതെ, നമ്മൾ അതെ. എന്ത് ചെയ്യാം, അത് നമ്മൾ മാറ്റിക്കൊണ്ടുവരാം. അത് 6.6 അല്ലെങ്കിൽ 7 ട്രില്യന്റെ അടുത്തോളം ഒരു ദിവസം FX ട്രേഡും കാര്യങ്ങളും. നമ്മള് വെറും റീറ്റെയിലേഴ്സ് മാത്രമാണ്. നമ്മള് യെസ്,
സ്റ്റോപ്പ് ലോസ് വെക്കാതെ പോവാണെങ്കിൽ, അല്ലെങ്കിൽ റിസ്ക് മാനേജ് ചെയ്യാതെ പോവാണെങ്കിൽ നമ്മളെ ഫണ്ടാണ് എന്താവുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മളെപ്പോഴും ഇപ്പൊ അതായത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലിക്വിഡിറ്റി നമ്മളായി മാറുകയെന്ന് മനസ്സിലായോ? യെസ് യെസ് അതായത് യെസ് ഇൻസ്റ്റിറ്റ്യൂഷന് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ SL അടക്കം എടുത്തിട്ട് അവരെ കീ ലെവല് ചില വിക്കുകളൊക്കെ കാണുന്നില്ലേ മാർക്കറ്റിൽ, നമ്മളെ യെസ് ലെവലില് വിക്ക് തന്നിട്ട് നമ്മളെയും കൂടിയും എടുത്തു കൊണ്ടുപോയിട്ടാണ് മാർക്കറ്റ് മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ മാത്രമാണ് മാർക്കറ്റിൽ നടക്കുന്നത്. അതെ അതെ. അല്ല നമ്മളെപ്പോഴും നോർമലി പറയണം, മാർക്കറ്റ് എപ്പോഴും ബുള്ളിയൻസും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്ക്സും ആണ് നിയന്ത്രിക്കാനുള്ളത്. അപ്പൊ അതിന്റെ മുകളിൽ മാർക്കറ്റ് ഇപ്പൊ നമ്മള് പലപ്പോഴും നമ്മള് സെഷനിലൊക്കെ പറയാനുള്ളത്, ഞാൻ സെല്ല് ഇട്ടത് കൊണ്ട് മാർക്കറ്റ് താഴോട്ട് വരണം നമ്മൾ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആഡ് ഓൺ ചെയ്തിട്ടോ കാര്യമില്ല. നമ്മൾ മാർക്കറ്റ് എങ്ങോട്ടാണോ പോകുന്നത്, ട്രെൻഡ് മാറിനോ, നമ്മൾ അതിന്റെ ഒപ്പം സഞ്ചരിക്കുക. ഇപ്പുറം നമ്മൾ സ്റ്റോപ്പ് ലോസിന് കൊടുക്കണമെങ്കിൽ കൊടുക്കുക തന്നെ പറ്റുള്ളൂ. സോ Yes. സാറ് ഒരാൾ ഇത് സാറോട് ആയിരിക്കലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഷാബാസ് സാർ, സാറിന്റെ വിലപ്പെട്ട ടൈം Okay. അനുവദിച്ചു തന്നതിൽ. സാറിന്റെ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളും അതുപോലെ നമുക്ക് സാറൊരു ലൈവിൽ ഇറങ്ങുന്നവർക്ക് പിന്നെ സാറിൻ്റെതായ ഒരു സ്ട്രാറ്റജി ഒക്കെ അല്ലെങ്കിൽ ലൈവ് മെന്റർഷിപ്പ് ഒക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കത് വേണമെങ്കിൽ ഇപ്പൊ ലൈവിലൊക്കെ ഇറങ്ങുമ്പോൾ സാറിന്റെ സപ്പോർട്ടും അതുപോലെ തന്നെ സാർ എടുക്കുന്ന ട്രേഡ്സ് ഒക്കെ ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് നമ്മളെ മെന്റേഴ്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാർ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. സോ എനിവൺ സാറോട് എന്തെങ്കിലും റിലേറ്റഡ് വിത്ത് ചോദിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കൊരു 3 മിനിറ്റ് കൂടെ ടൈം ഉണ്ട്. എനിവൺ? ആസദ് ഭായ്, സിയാദ്. ഓക്കെ. ഈ പ്രോബബിലിറ്റിനെ പറ്റിയായിരുന്നു. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്തിട്ട് അതനുസരിച്ച് മാർക്കറ്റിന്റെ ട്രെൻഡ് നോക്കാതെ നമുക്ക് ഈ പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ 1:2 റേഷ്യോയിൽ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഒരു 100 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിലാവാൻ തന്നെയല്ലേ സാധ്യത? യെസ്, ഓഫ് കോഴ്സ്. അത് എന്താണെന്ന് വെച്ചാല് നമ്മൾ റിസ്ക് റിവാർഡ് പക്കയാണെങ്കിൽ എന്ത് പറയാ, നമുക്ക് ക്യാപിറ്റലിനെക്കാട്ടിയും മേലയിൽ ഉണ്ടാവും. അതായത് ഈ പ്രോബബിലിറ്റിയിൽ നമുക്ക് ഈ 100 ട്രേഡ് സാറ് പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ക്യാപിറ്റലിന്റെ മുകളിലേ ഉണ്ടാവും, ലോസ് എന്തായിട്ട് സംഭവിക്കില്ല. പക്ഷെ നമ്മൾ വിത്ത് സ്ട്രാറ്റജി റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നല്ലൊരു പെർസെൻറ്റേജ് അച്ചീവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി, ഒരു ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയുടെ ഒരു എഡ്ജും കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും അല്ലെ? അതായത് ഒരു 10% എന്നുള്ള ലെവലിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കെയിലപ്പ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അതെ. ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ 1:2 റേഷ്യോ ആ ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിലാകുമ്പം നമുക്കൊരു കുറച്ചങ്ങോട്ട് പോകുമ്പോൾ 1-2 സ്റ്റോപ്പ് ലോസിൽ അടിക്കുമ്പോൾ നമുക്ക് എന്താവും, ഒരു ഫീലാണ്. അത് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് തോന്നൂല. ഒരു 100 ട്രേഡ് ആണ് അതേ സെയിം ഇതിൽ എടുക്കാൻ. അതേ സ്ഥാനത്ത് പിന്നെ കുറച്ച് വലിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു $50 ഇട്ടിട്ട് $100 എടുക്കുന്ന രൂപത്തിലുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ, മാർക്കറ്റ് കയറി വരുമ്പോൾ TP കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടോ? അങ്ങനെയുണ്ടോ? ഇല്ലില്ല, ആ രീതിയിലല്ല പറയുന്നത്. അതായത് നമ്മൾ ഇടുന്ന ക്യാപിറ്റലിന്റെ 3%, അതായത് ഡെയിലി 3% നമ്മൾ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരിക്കലും സക്സസ് ആവില്ല. ഇപ്പൊ നമ്മൾ റണ്ണിംഗ് ലോസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫെയിലർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. യെസ്, അതായത് നമ്മളിപ്പോ ചെറിയ ക്യാപിറ്റലിന്റെ അല്ല, നമ്മൾ ഇടുന്ന ക്യാപിറ്റലിന്റെ പെർസെന്റേജ് ബേസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. അതായത് നമ്മള് സ്ട്രിക്റ്റ് റൂള്, SL റൂള് സ്ട്രിക്റ്റ് ആയിരിക്കണം. പിന്നെ ഓവർ ലീവറേജിങ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ട് എപ്പോൾ 1:30 1:20 റേഞ്ചിൽ മാത്രം ലീവറേജ് ചെയ്യുക. അതായത് ഓവർ ലോഡ് സൈസ് നമ്മൾ ചെയ്യാൻ പറ്റൂല. പൊസിഷൻ കാൽക്കുലേഷൻ എപ്പം ബെറ്റർ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പ്ലാനൊക്കെ സ്റ്റിക്ക് ചെയ്ത് പോകാൻ പറ്റും. ട്രേഡിംഗ് പ്ലാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോ സാറ് പറഞ്ഞ പോലെ നമുക്കിപ്പോ 2 ലോസ് വന്നാൽ നമുക്ക് നമുക്കൊരു ഫീല് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? യെസ് യെസ്. അപ്പോ നമുക്കിപ്പോ ലോസ് വരുമ്പോൾ നമ്മൾ എന്താക്കുക, ട്രേഡിംഗ് ജേർണൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അതായത് ഡെയിലി നമ്മൾ എന്തുകൊണ്ടാണ് ആ ലോസ് വന്നത് എന്നുള്ളത് എഴുതി വെച്ചിട്ട് നമ്മളെ ട്രേഡിംഗ് പ്ലാൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ നോക്കുക. അതായത് നമുക്ക് എന്തുകൊണ്ടാണ് ലോസ് വന്നത്, നമ്മളെ കീ ലെവലിൽ SL അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണോ, അതായത് ടെക്നിക്കൽ ലെവൽ ഓഫ് SL നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങളിപ്പോ കീ ലെവൽസ് സപ്പോർട്ടാ റെസിസ്റ്റൻസാ വെക്കുന്നുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ വിക്കും കൂടിയും കണക്ക് ചെയ്തിട്ടുള്ള ഒരു SL വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ചും കൂടിയും എന്ത് ചെയ്യാം, TPക്കുള്ള സാധ്യത കൂടി വരും.
യെസ് പിന്നെ ഓക്കെ ഒരു കാരണവശാലും നമ്മൾ ഇപ്പോ 2% റിസ്ക് ഇന്ന് ചെയ്തു പോയി അത് എന്താ പറയാ റിക്കവർ ചെയ്യാൻ വേണ്ടി റിവെഞ്ച് ട്രേഡ് ഇടരുത്. നമ്മൾ എന്താ പറയാ റിട്ടേൺ റൂൾസ് ആൻഡ് പ്ലാൻസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, മാർക്കറ്റിൽ എപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റൂ. അതാണ് നമുക്ക് ലോങ് ടേം സർവൈവലിന് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുക, ഹെൽപ്പ് ചെയ്യുക നമുക്ക്. യെസ് നമ്മള് സാർ ശബാസ് സാർ, അതായത് നമ്മളിപ്പം ടെക്നിക്കലൊക്കെ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇവരുടെ മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാൻ ആണ്. അതായത് നമ്മളൊരു 11 റൂൾസ് ഉണ്ട്, അത് അബ്സല്യൂട്ട്ലി വിത്തൗട്ട് ടെക്നിക്കൽ തന്നെ നമ്മൾ ഇവരെ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ ശ്രമിക്കാറ്. പിന്നെ നമ്മൾ ടെക്നിക്കലിലൊക്കെ ഇറങ്ങി ലൈവിൽ ഇറങ്ങുമ്പോഴാണ് പലർക്കും സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്നത്. ആ ലോസ് കാണുമ്പോൾ ഒരു മടിയാണ്. സോ അത് നമ്മള് യെസ് സാറ് പറഞ്ഞത് വെച്ചിട്ട് നമ്മളത് അടിയാം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു $1000 ഒരു ഡെമോ അക്കൗണ്ട് എടുത്തിട്ട് ഒരു ചലഞ്ചിങ് മോഡലില് ഒന്ന് ചെയ്തു നോക്കാം അല്ലെ, അതായത് 1%. ജസ്റ്റ് 1:2% നമ്മള് എന്താ പറയാ 2 ട്രേഡ് ആണെങ്കിൽ 2 ട്രേഡ് $10 ലോസിൽ നിങ്ങൾക്ക് 2 ട്രേഡ് 2 സെക്ഷനിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് അതായത് ഡെയിലി $20 ലോസ്, ഓക്കെ $20 ലോസ്, പിന്നെ 2% പ്രോഫിറ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ ട്രേഡിംഗ് പ്ലാൻ സെറ്റ് ചെയ്തിട്ട് ആ ഒരു റേഷ്യോയിൽ അങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. ഒരു 20 ട്രേഡിംഗ് ഡേയ്സ് നോക്കിയാൽ നമുക്കൊരു എന്താ പറയാ അതിലൊരു കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് മുന്നോട്ട് പോയാലും നമ്മൾ പ്രോഫിറ്റ് ആവുന്നില്ല ഒരു മൈൻഡ് വരും. ഇപ്പൊ നമുക്ക് അവർ സംസാരിച്ച പോലെ തന്നെ നമുക്ക് ഇമോഷണലി ഭയങ്കര എന്താന്ന് ആ ഒരു $10 കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെങ്കിൽ ഓവറോൾ ലോസ് ആകുമ്പോൾ നമ്മൾ എന്താന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോസ് കുറേ ടൈം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ പ്രോഫിറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് ഇപ്പൊ വരുന്നത് മാർക്കറ്റിൽ. യെസ് അബ്സല്യൂട്ട്ലി, അത് കറക്റ്റ് ആണ്. ലോസിന് നമുക്ക് വേണ്ടുവോളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റോപ്പ് ലോസ് അടിയുമ്പോൾ നമ്മള് പിന്നെ എന്തിനാണ് സ്റ്റോപ്പ് ലോസ്, എന്തായാലും കയറിയല്ലോ ഇറങ്ങല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. സോ സാറ് നെക്സ്റ്റ് വീക്കും കൂടി നമുക്ക് ഇതിന്റെ ഒരു ട്രേഡിംഗ് പ്ലാനിന് വേണ്ടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഷബാസ് സാർ ഫോർ വാല്യുബിൾ ടൈം. സോ അനസ് സാർ, സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളെ മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് 2 പ്രീമിയം ഗസ്റ്റുകളാണ്, അവർ നമുക്ക് വേണ്ടി ലൈവിലൊക്കെ ഇറങ്ങുമ്പോൾ സപ്പോർട്ടൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ അറിയിക്കാം. നമുക്ക് നെക്സ്റ്റ് വീക്ക് ലൈവിലുള്ളവർക്കും പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ബെസ്റ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഓൾ. യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. സി യു.